എന്ത് സാറേ, ഈ എറണാകുളം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ ശത്രു സംഹാര പൂജക്കായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനിയായ ഒരാൾ എത്തിയെന്ന് കേൾക്കുന്നുണ്ടല്ലോ സാറ്. ഈ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരാളും നല്ല ഇതൊക്കെ മണത്ത് അറിയാനുള്ള നിരീക്ഷണ ബുദ്ധിയുള്ള ഒരു ജേർണലിസ്റ്റുമാണല്ലോ. എന്താണ് അതിൻ്റെ വാസ്തവം? എൻ്റെ ഭാര്യയുടെ വീട് പെരുമ്പാവൂരായതുകൊണ്ട് ഞാൻ മുമ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാർ ഓടിക്കാറില്ല. മുമ്പ് കാർ ഓടിച്ചു പോകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലമൊക്കെ ആയിട്ട്, അതായത് തിരുനായത്തോട് നെടുമ്പാശ്ശേരിക്കടുത്ത്, അവിടെ വലിയ അതുവഴിയൊക്കെ നമ്മൾ പോകുമ്പോൾ ശങ്കരാചാര്യരൊക്കെ തൊഴുതിരുന്ന, ശങ്കരാചാര്യരുടെ അച്ഛൻ ശിവയോഗിയും ഒക്കെ തൊഴുതിരുന്ന ക്ഷേത്രങ്ങളൊക്കെ വഴിയിലൊക്കെ ഉണ്ട്, പോകുന്ന വഴിക്കൊക്കെ. കാലടി ശ്രീകൃഷ്ണ ക്ഷേത്രം അല്ലാതെ കാലടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ശരിക്കും ശങ്കരാചാര്യരുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം. അതിനോട് ചേർന്നാണ് ആ ശങ്കരാചാര്യരെ മുതല പിടിച്ചു എന്ന് പറയുന്ന കടവൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്ന നേതാവ് മറ്റേ BJP ഫണ്ട് വിവാദം ഉണ്ടല്ലോ, അതിലെ നായകനാണ്. അപ്പോൾ കുറെ ഏതൊക്കെയോ ശത്രുക്കൾ ഉണ്ടാക്കിയതാണെന്നായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ വിശ്വാസം. അപ്പൊ അതാണ് ശത്രു സംഹാര പൂജയ്ക്കൊക്കെ ആയിട്ട് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം, ആ വിഗ്രഹത്തിൽ ശിവനെയും നാരായണനെയും ഒന്നിച്ച് കാണുന്ന, വിഗ്രഹത്തിൽ ഒന്നിച്ച് കാണുന്ന അങ്ങനെ സങ്കല്പത്തിൽ, ആ സങ്കല്പത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഈ തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം. അവിടെ വന്നു ശത്രു സംഹാരത്തിന് വേണ്ടി എന്നാണ് കിട്ടുന്ന വിവരം, വിശ്വാസയോഗ്യമായ അറിവ്. അതെ. അപ്പോൾ ചേരമാൻ പെരുമാളിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഗുരുനിന്ദയ്ക്ക് പകരം പ്രായശ്ചിത്തമായിട്ട് പണിത ക്ഷേത്രമാണിതെന്നാണ് കരുതപ്പെടുന്നത്, നെടുമ്പാശ്ശേരി ആ ഭാഗത്ത്. അപ്പോൾ ഒരേ വിഗ്രഹത്തിൽ ശിവനും വിഷ്ണുവും, അതുപോലെ ശിവനും വിഷ്ണു ഉള്ളത് കൊണ്ട് ഒരു കുഴിയിൽ തന്നെ 2 കൊടിമരവും, ഉത്സവത്തിന് 2 കൊടിമരവും അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ലോഡ് പയർ വഴിപാടായിട്ട് ഈ നായകൻ കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരു ലോഡ് പയറിന് ചെലവായ പണം ന്യായമായ പണമല്ലെങ്കിൽ അത് ദൈവത്തിന് നിരക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൊള്ള നടത്തി കിട്ടിയ പണമാണെങ്കിൽ അത് ദൈവത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ ഒരു ലോഡ് പയറ് വഴിപാടായിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട്. ഈ ക്ഷേത്രം പുരാവസ്തുവിന്റെ സംരക്ഷിത സ്മാരകമാണ്. ഇത് ഇത്രയും 10,500 കൊല്ലം പഴക്കമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പുരാവസ്തു സംരക്ഷിത സ്മാരകമാണ്. ചേരമാൻ പെരുമാളിന്റെ ഗുരുവിന്റെ പുനർജന്മത്തിൽ നായായിട്ടാണ് ഗുരു ജനിച്ചത് അത്രേ. അത് ഈ പ്രാരബ്ധങ്ങൾ കുറെ ഉണ്ടാവും, പാപമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമായിരിക്കും. അപ്പൊ ഈ നായയെ പെരുമാൾ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നവശാലാണ് കാണുന്നത് ഇത് ഗുരുവായിരുന്നു, നായയായിട്ട് ജനിച്ചാണ്, ശരിയായില്ല. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ഉണ്ടാക്കിയ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. തിരുനയനാർ തോട്. ഈ ചേരമാൻ പെരുമാൾ നായനാർ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. ശൈവ നായനാർമാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. തമിഴ്നാട്ടില് നായനാർമാരുണ്ടല്ലോ, ശൈവ നായനാർമാർ. അപ്പോൾ അതിൽപ്പെട്ട, അപ്പൊ അതുകൊണ്ട് തിരുനയനാർ തോട് എന്നുള്ളതാണ് തിരുനായത്തോട് ആയത്. പിന്നെ നായ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, നായ എന്നും ആകാം. അപ്പോൾ അമ്മയ്ക്കൊപ്പം തൊഴാനായിട്ട് ശങ്കരാചാര്യര് എത്തിയിരുന്ന ക്ഷേത്രമാണ് ഇത്. അപ്പോൾ അവിടെ ആദ്യം വിഷ്ണു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ശങ്കരാചാര്യര് കുട്ടിക്കാലത്ത് തന്നെ ഈ ശിവസ്തോത്രങ്ങളൊക്കെ രചിച്ച് പാടുന്നത് കൊണ്ട് പിന്നെ ശിവനും കൂടി അവിടെ വന്നു എന്നുള്ളതാണ്. ശിവപൂജ, വിഷ്ണു പൂജ, ഈ 2 പേരുള്ളത് കൊണ്ട് 2 തരം നൈവേദ്യം 2 പാത്രങ്ങളിൽ അവിടെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നേതാവ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ കാറ് വാങ്ങിച്ചതായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ കുറെ ഭൂമി ഒക്കെ വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. ഒരു സിനിമ പിടിക്കാനുള്ള നിർമ്മാണ ശ്രമങ്ങളിലും ആണ് ഈ നേതാവ് എന്നും ശത്രുക്കൾ പറയുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശത്രുക്കളെ സംഹരിക്കാതെ വിടരുത്. നിവൃത്തിയില്ല. ശത്രുക്കൾ ഭയങ്കര വമ്പന്മാരുമായിരിക്കും. എല്ലാ മേഖലയിലും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. അല്ല, ഇതെന്തായാലും നല്ല കൗതുകമുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഈ എപ്പോഴാണ് ഈ മനുഷ്യൻ ഈ ദൈവത്തെ തേടി പോകുന്ന ആലോചിച്ച് നോക്കൂ. നമ്മൾ സമാധാനത്തോടെ അധ്വാനിച്ച് ജീവിച്ച് കുടുംബം പുലർത്തുകയും സമൂഹത്തെ സേവിക്കുകയും ചെയ്യുമ്പോഴല്ലല്ലോ. എന്തോ ഒരു ക്രൈം നടത്തിയിട്ട് പോലീസ് പിന്നാലെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് അപ്പോഴാണ് അമ്പലത്തിൽ പോകുന്ന ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു. അല്ല, ഏത് ദൈവത്തെയാണ് അവർ ഈ പറ്റിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഈ ആരോപണം എന്താ? സാറ് പറഞ്ഞ ചില വാക്കുകളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് അതിനകത്ത്. ഇതില് ഇവർക്ക് ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ എന്ന് പറഞ്ഞ വാക്ക് പക്ഷെ മന്നം സമാധിയിൽ കയറുന്ന ഒരു മൃഗമായിട്ടാണ് സുകുമാരൻ നായർ പറയുന്നത്. അത് പല പല ആരോപണങ്ങളുണ്ട്. ശത്രുക്കൾ പറയുന്നത് ഈ ദേശീയ തലത്തിലെ പ്രസിദ്ധരായ എതിരാളികളെ കുറിച്ച് നായ നേരിട്ട് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് നായയെ പേടിച്ചിട്ടാണ്, നായ കയറാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഇപ്പോൾ സുകുമാരൻ നായർ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാലമല്ല, കഷ്ടകാലമാണ്. എല്ലാ ഭാഗത്തു നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും ശത്രുക്കൾ എരമ്പി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. അദ്ദേഹം അത്ര സുരക്ഷിതനല്ല ഇപ്പോൾ ഞാൻ ഈ BJP-യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ സാർ. ഒന്ന്, ശൈവന്മാരും വൈഷ്ണവന്മാരും ഒക്കെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലം, ഒന്നിച്ചു നിന്നിട്ട് ഒറ്റ കൊടിമരമായി ഉയർത്തിപ്പിടിച്ചിട്ട് ഈ കേരളത്തിൽ ഒരു പുതിയ മുന്നേറ്റം നടത്തേണ്ട കാലം. ആ കാലത്താണ് ഇപ്പൊ ഈ സംഗതി. ഗുരുനിന്ദ എന്ന് പറഞ്ഞല്ലേ സാറ് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു ചർച്ചയിൽ പറഞ്ഞത്. ഒരിക്കൽ എന്നോട് സാറാണ് പറഞ്ഞത്, എൻ്റെ ഓർമ്മ. അമിത്ഷാ പറഞ്ഞു അത്രേ, നമ്മൾ കൊടുക്കുന്ന ഓരോ കോടിക്കും അതിൻ്റെ എത്രയോ ഇരട്ടി യുവന്മാർ പിരിച്ചുണ്ടാക്കുന്നുണ്ട്. എലക്ഷൻ നടത്താനുള്ള ചെലവ് പാർട്ടി കൊടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടി അമിത്ഷായെ പോലുള്ളവർ കേരളത്തിൽ കൃത്യമായി ഫണ്ട് ഉത്തരവാദപ്പെട്ടവർ മുഖേന എത്തിക്കുന്നു. അവരോട് പറയാതെ അതിലേറെ പണം ഇവിടെ പിരിക്കുന്നു. ഒന്ന്, ഇനി ഈ കൊടുത്ത പണം വീതിക്കുമ്പോഴാണ് ഇപ്പോൾ വലിയ തട്ടിപ്പ് നടന്നു എന്ന് കാണുന്നത്. ആലോചിച്ച് നോക്കൂ. സ്വന്തം പാർട്ടിക്കാർക്ക് ഗുരു കൊടുത്ത, അല്ലെങ്കിൽ കാരണവർ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൊടുത്ത പൈസ കൃത്യമായി വിശ്വസ്തയോടെ താഴെ തട്ടിലെ അണികൾക്ക് എത്തിച്ചു. മോദിയുടെ പ്ലക്കാർഡ് അടിക്കുമ്പോ ഫോൺ സംഭാഷണം 16 ലക്ഷം 8 അങ്ങോട്ടും 8 ഇങ്ങോട്ടും എന്നൊക്കെയാണ്. അതൊക്കെ ഫ്രീ കിട്ടിയതുമാണത്രേ. പ്ലക്കാർഡ് അവിടുന്ന് കേന്ദ്രം ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതിന് ഓരോ ലക്ഷം കണക്കാക്കി, അതിന് ലക്ഷക്കണക്കിന് രൂപ അതിന് കണക്കെഴുതിയെടുക്കുക. അതിന് ഇന്ന അടുത്തുനിന്ന് ഇത് വാങ്ങിക്കോ, ഇൻവോയ്സ് വാങ്ങിച്ചോ എന്ന് പിന്നെ ഏതോ ഒരു കടയുടെ ബോർഡിൽ നിന്ന് GST നമ്പർ എടുത്തു എന്നാണ്. അതെ, അത് പറഞ്ഞു ഒരു പലചരക്ക് കടക്കാരൻ. അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇമാതിരി പണിയൊന്നും ചെയ്യാറില്ല. ഇയാളുടെ നമ്പർ കൊടുത്ത് GST നമ്പർ. ചുരുക്കി പറഞ്ഞാൽ എന്താ അതിന് സ്ഥിതി ആലോചിച്ചു. ഇതിൻ്റെ ഒരു അപകടം എന്താ അറിയോ സാർ? സത്യമായിട്ട് പറഞ്ഞാൽ കേരളം ഇപ്പോൾ ശത്രു സംഹാര പൂജ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, എപ്പോഴാണ് ശത്രുക്കളെ സംഭരിക്കേണ്ടി വരുന്നത്? ഈ പണം മുഴുവൻ, കള്ളപ്പണം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ. ഒന്ന്, നോക്കി നിൽക്കേ ഒരാൾക്ക് ആസ്തി വർദ്ധിക്കുക, പണ്ടില്ലാത്ത ഭൂമി ഉണ്ടാവുക. അതിനിടയിൽ എന്ത് ഇയാൾക്ക് കിട്ടി? ഇയാൾക്ക് നിധി കിട്ടിയോ? എവിടുന്ന് ഇയാൾക്ക് കിട്ടി? ലോട്ടറി കിട്ടിയോ? ഭൂമി ഉണ്ടാവുക, വലിയ വാഹനം ഉണ്ടാവുക. തിരുവനന്തപുരത്ത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, മാഷേ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങിയവൻ ഇന്ന് വീട്ടുമുറ്റത്ത് 4-5 കാറുണ്ട്, അവൻ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ വരിക. വേറൊന്ന്, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കള്ളപ്പണം ഇറക്കുന്ന ഏറ്റവും വലിയ മേഖല സിനിമാ നിർമ്മാണമാണ്. സാറിന് അറിയാലോ. അഴിമതി പണവും കള്ളപ്പണവും, കണക്കിൽപ്പെടാത്ത പണവും അത് ഉപയോഗിക്കുക. എന്നിട്ട് പിന്നെ നേരെ അമ്പലത്തിൽ കയറിയിട്ട് ശത്രു സംഹാര പൂജ നടത്തുക. ആരായി ശത്രു? നിയമത്തിന് മുമ്പിൽ വരും. ആരാ ശത്രു? ഇത് പിടിക്കാൻ ഇത് കണ്ടെത്തിയ പാർട്ടി. ഒന്നാമത് ദൈവം ഇടപെട്ടുകൊണ്ടാണല്ലോ ഇവൻ ഇപ്പൊ പിടിക്കപ്പെടുന്ന അവസ്ഥയിലായി നിൽക്കുന്നത്. അതെങ്കിലും പിന്നെ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തിയാല് അതെ, ആരെ പറ്റിക്കാണ്? ദൈവം ഇവനെ ശത്രുവായിട്ടാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ആ ശത്രുവിനെ സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവന് ദയനീയമാണ് ഇവൻ്റെയൊക്കെ സ്ഥിതി. ഇതിനെ ഒരു അപകടം പറഞ്ഞാൽ അത് പൂർത്തിയാക്കാം സാർ. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, കേരളം, ഞാൻ ഇപ്പോൾ അറിയാലോ സാർ, ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്നതാണ്. ഓരോ യാത്രയിലും കണ്ടുമുട്ടുന്ന മനുഷ്യരോട് നിരന്തരം സംസാരിക്കുന്നതാണ്. അവരൊക്കെ കേരളത്തിലൊരു ഈ UDF LDF ദ്വന്ദ്വത്തിന് അപ്പുറത്തൊരു ആൾട്ടർനേറ്റീവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരൊക്കെ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്ന വലിയ സങ്കടത്തോടെ പലപ്പോഴും എന്നോടൊക്കെ മനസ്സ് തുറക്കുമല്ലോ, ഞാൻ ഇത് അന്ധമായി നിലപാടെടുക്കുന്ന ഒരാളല്ല എന്നുള്ളതുകൊണ്ട് എന്നോട് പലപ്പോഴും ചോദിക്കുന്നത്, മാഷേ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ഇവർക്കൊരവസരം കൊടുത്താലുള്ള സ്ഥിതി എന്താണ്? സ്വന്തം പാർട്ടി കൊടുത്ത പണം അതിൻ്റെ ഇവരെ എങ്ങനെ വിശ്വസിക്കുന്നു വെച്ചപ്പോൾ തിരിച്ച് ഒരു ചോദ്യം എനിക്കുള്ളത്, ശരി, ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിരാശ പൂണ്ട സഖാക്കള് കുറേ പേര് BJP-യിൽ വന്നിട്ട്
അവർ BJP നേതാക്കളായ BJP നന്നാവുമോ? ഒരിക്കലും നന്നാവില്ല. അത് അവരുടെ കൾച്ചറിൽ മാറ്റം വരില്ലല്ലോ സാർ. ഇത് എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ 100 കൊല്ലം കൊണ്ട് RSS പോലൊരു മൂവ്മെൻറ്റിലൊക്കെ ജനങ്ങൾ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടല്ലോ. RSS ഇപ്പോൾ BJPയുമായി ഡയറക്റ്റ് ബന്ധമില്ല എന്ന് പറഞ്ഞാലും RSSൻ്റെ മൂല്യങ്ങൾ ഇതിലുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ ജനങ്ങൾക്ക്. പക്ഷേ RSSൻ്റെ പോലും കേരളത്തിലെ ചാർജ് വഹിക്കുന്നവരെ കുറിച്ചുള്ള വലിയ ദുഷ്പേരുകളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ BJP രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നവർ BJPക്കകത്ത് തന്നെയാണോ എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. എന്താണ് സാധ്യതയുള്ളത്? സാറിന് വല്ല സാധ്യതയും തോന്നുന്നുണ്ടോ BJP കേരളത്തിൽ രക്ഷപ്പെടാൻ? ഇങ്ങനെ പോയാൽ 3 സീറ്റ്, ഒരു കാര്യം ഉറപ്പാണല്ലോ, 3 സീറ്റ് ഇപ്പം കിട്ടിയെങ്കിൽ ഇവർ ഒരു മെയ്യായി ജനങ്ങളിൽ അർപ്പിച്ച് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ അഴിമതിയില്ലാത്തൊരു പാർട്ടിയാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയാൽ ഒരു 30 സീറ്റിൽ ജയിപ്പിക്കാൻ ജനം മടിക്കൂല. അതില്ല. പക്ഷേ അതിൻ്റെ സാധ്യത എവിടെ? അതെന്താന്ന് വെച്ചാൽ ഈ പല സ്ഥലത്തും BJP മാറിയതേ മറ്റേ ജനങ്ങൾ മൊത്തത്തിൽ ഇതിൻ്റെ കൂടെ നിന്ന്, അപ്പം ആ ജനങ്ങളിൽ നിന്ന് സെലക്ഷൻ വരുമല്ലോ, അങ്ങനെ നടക്കുള്ളൂ. ഇപ്പോൾ 3 സ്ഥലത്ത് MLA-മാരുണ്ടായി, അവിടെ നിന്ന് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരും. ആ കൂട്ടത്തിലൊക്കെ നല്ല നേതാക്കളും, ഇപ്പം നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നല്ലേ വലിയ നേതാക്കളൊക്കെ ഉണ്ടായത്. ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് തീർന്ന വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തുനിന്ന് നേതാക്കൾ ഉണ്ടായി വരിക. ഇത് വലിയ പ്രക്ഷോഭങ്ങളിലൊന്നും അങ്ങനെ ഏർപ്പെടുത്തി കാണാറില്ലല്ലോ നമ്മൾ. BJP അത്തരം ജനകീയ മൂവ്മെന്റുകളൊന്നും സംഘടിപ്പിക്കാതിരിക്കുകയോ അതിൽ പങ്കെടുക്കാതിരിക്കുകയോ അത്തരം മൂവ്മെന്റ് ഉണ്ടാവാതെ ഒരു കാലത്ത് BJP രക്ഷപ്പെടാതിരുന്നത്, അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ത്രിമൂർത്തികൾ എന്ന് പറയുന്ന 3 കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ മതി എന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകാറുണ്ട്. അതിൻ്റെ വിശാല പ്രേതങ്ങളാണ് ഇപ്പോഴും അവിടെ എവിടെയൊക്കെ ഉണ്ട് അല്ലേ ഇതിനകത്ത്. ഒരു അടിച്ചു പൊളിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളല്ല, പാർട്ടിക്കാരായ യഥാർത്ഥ അനുഭാവികളും വിശ്വാസികളും പ്രവർത്തകന്മാരും ഒരു ശുദ്ധീകരണം, സുരേഷ് ഗോപി പറഞ്ഞ പോലെ ശുദ്ധീകരണം BJPക്കകത്തും ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ? അതെ. അത് അത്തരം നേതാക്കൾ, ഇപ്പം സുരേഷ് ഗോപി ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഈ കേഡറിൽ നിന്നൊന്നും വന്ന ആളല്ലല്ലോ, പക്ഷെ അദ്ദേഹമാണ് ആദ്യത്തെ MP ആയത്. അതെ, ചരിത്രം കുറിച്ച് അങ്ങനെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഇംപ്ലോഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായാൽ മാത്രമേ ഇത് മാറുള്ളൂ. അതിൻ്റെ തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെയൊക്കെ കറക്ഷനെയൊക്കെ കാണാം. തീർച്ചയായിട്ടും. ഏതായാലും ആ ഒരു മാറ്റം കാലം ഇടപെടും എന്ന് തന്നെ വിചാരിക്കാം അല്ലേ? കാലത്തിന് അങ്ങനെ ഒരു ഇമ്പൾസ് ഉണ്ടായി വരുമല്ലോ. കാത്തിരിക്കാം, നമുക്ക് നിരാശപ്പെടാതെ മലയാളി കാത്തിരിക്കട്ടെ. ധാരാളം ശത്രു സംഹാര പൂജകൾ ധാരാളമായിട്ട് നടക്കട്ടെ. ഒരു പക്ഷേ അവനെ തന്നെ സംഹരിച്ചുകൊണ്ടായിരിക്കും പ്രകൃതി ഇതിന് വരം കൊടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.